You are a spirit. You have a soul. You live in a body. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു വിശ്വാസിക്ക് ഒരു സ്പിരിറ്റ് ഉണ്ട്, അവിശ്വാസിക്ക് ഒരു സ്പിരിറ്റ് ഉണ്ട്. ഈ വിശ്വാസിക്കുള്ള സ്പിരിറ്റ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വരുമ്പോൾ, ആ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപാവരം ലഭിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വ്യക്തി വ്യത്യസ്തമായ വ്യക്തിയാണ്. അതേ സമയത്ത് അവിശ്വാസിയുടെ ജീവിതം വ്യത്യാസമുള്ള ജീവിതമാണ്. അവിശ്വാസി പഴയ ജീവിതമാണ്. അവിശ്വാസിക്കൊന്നും അറിയത്തില്ല. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ. പക്ഷെ ഒരേ യാത്ര എങ്ങനെ നടക്കും? ഒരേ യാത്ര എങ്ങനെ നടക്കും? അടുത്ത ഭാഗം ആത്മാവ്. ഇത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പങ്കാളികൾ രണ്ട് ആത്മാക്കളാണെങ്കിൽ, ആത്മാവ് രണ്ടാണെങ്കിൽ വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ വിശ്വാസിയുടെ ആത്മാവ് പുതുജന്മം ലഭിച്ച ഒരു ആത്മാവാണ്.